ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ ശക്തിയെക്കുറിച്ചാണ്, പണം. പലരും പറയാറുണ്ട് പണം കൊണ്ട് സന്തോഷം വാങ്ങാൻ കഴിയില്ല എന്ന്. പക്ഷേ സത്യം എന്താണെന്ന് അറിയാമോ? പണമില്ലാത്തത് കൊണ്ട് ഉണ്ടാകുന്ന സങ്കടങ്ങൾ മാറ്റാൻ പണം കൊണ്ട് സാധിക്കും. പണം വെറുമൊരു പേപ്പറോ ലോഹമോ അല്ല, മറിച്ച് നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ മൂല്യമാണ്. നിങ്ങൾ പണത്തിന് വേണ്ടി പണിയെടുക്കുന്നതാണോ അതോ പണം നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നതാണോ എന്നതാണ് ഇന്നത്തെ പ്രധാന ചോദ്യം. പണം സമ്പാദിക്കാനുള്ള 3 പ്രധാന വഴികൾ ഞാൻ പറയാം. നമുക്ക് പ്രധാനമായും 3 രീതിയിൽ പണം സമ്പാദിക്കാം. ഇത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ഒന്നാമത്തേതായി ആക്റ്റീവ് ഇൻകം. നിങ്ങൾ ജോലി ചെയ്യുന്നു, അതിനുള്ള പണം കിട്ടുന്നു. നിങ്ങൾ പണി നിർത്തിയാൽ പണം കിട്ടുന്നത് നിൽക്കും. ഇതൊരു തുടക്കം മാത്രമാണ്, ലക്ഷ്യമല്ല. രണ്ടാമത്തേത് സ്കേലബിൾ സ്കിൽസ്. നിങ്ങളൊരു കഴിവ് പഠിക്കുന്നു, ഉദാഹരണത്തിന് വീഡിയോ എഡിറ്റിംഗ്, കോഡിംഗ് അല്ലെങ്കിൽ സെയിൽസ്. ഈ കഴിവ് ഉപയോഗിച്ച് ഒരേ സമയം പലർക്ക് വേണ്ടി ജോലി ചെയ്യാം. നിങ്ങളുടെ കഴിവിൻ്റെ മൂല്യം കൂടുന്നതിനനുസരിച്ച് വരുമാനവും കൂടും. മൂന്നാമത്തേത് പാസീവ് ഇൻകം. നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും നിങ്ങളുടെ പോക്കറ്റിലേക്ക് പണം വരുന്ന രീതി. ഇത് ബിസിനസ്സിലൂടെയോ നിക്ഷേപത്തിലൂടെയോ മാത്രമേ അത് സാധിക്കുള്ളൂ. പണമുണ്ടാക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ആളുകളുടെ ഒരു പ്രശ്നം കണ്ടെത്തുകയും അതിനൊരു സൊല്യൂഷൻ നൽകുകയുമാണ്. നിങ്ങൾ എത്ര വലിയ പ്രശ്നം പരിഹരിക്കുന്നുവോ അത്രയും വലിയ പണം നിങ്ങൾക്ക് ലഭിക്കും. ആസ്തിയും ബാധ്യതയും. പണക്കാരുടെ ഇതിനെപ്പറ്റിയുള്ള രഹസ്യം നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ചിലർ എത്ര പണം കിട്ടിയാലും കടത്തിൽ തന്നെ കഴിയുന്നത്? അതിന് കാരണം ആസ്തിയും ബാധ്യതയും തമ്മിലുള്ള വ്യത്യാസം അറിയാത്തതാണ്. ആസ്തി, അതായത് അസറ്റ്, നിങ്ങൾ വാങ്ങിയ ശേഷം നിങ്ങളുടെ പോക്കറ്റിലേക്ക് പണം തിരിച്ചു നൽകുന്നവ. ഉദാഹരണം, ലാഭമുള്ള ഓഹരികൾ, വാടക ലഭിക്കുന്ന കെട്ടിടം, ഒരു ചെറിയ ബിസിനസ്. അടുത്തതായി ബാധ്യത, ലയബിലിറ്റി. നിങ്ങൾ വാങ്ങിയ ശേഷം നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണം എടുത്തു കൊണ്ടുപോകുന്നവ. ഉദാഹരണം, കടം വാങ്ങുന്ന വില കൂടിയ കാറുകൾ, ആവശ്യമില്ലാത്ത ക്രെഡിറ്റ് കാർഡ് ചിലവുകൾ, ഷോ ഓഫ് കാണിക്കാനുള്ള ആഡംബരങ്ങൾ. പണക്കാരനാകാൻ നിങ്ങൾ ചെയ്യേണ്ടത് ബാധ്യതകൾ കുറയ്ക്കുകയും ആസ്തികൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. അടുത്തതായി സമ്പാദ്യവും നിക്ഷേപവും. സേവിങ്സ് മാത്രം നിങ്ങളെ പണക്കാരനാക്കില്ല. നിങ്ങൾ ബാങ്കിൽ വെച്ചിരിക്കുന്ന പണം ഇൻഫ്ലേഷൻ കാരണം ഓരോ വർഷവും മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റൂൾ ഓഫ് 50-30-20 പ്രകാരം നിങ്ങളുടെ വരുമാനത്തിൻ്റെ 50% അത്യാവശ്യങ്ങൾക്കും 30% ആഗ്രഹങ്ങൾക്കും മാറ്റിവെക്കാം. പക്ഷേ 20% നിർബന്ധമായും നിങ്ങൾ നിക്ഷേപിക്കണം. നിക്ഷേപിക്കാനുള്ള ഇടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1. സ്വർണം, റിയൽ എസ്റ്റേറ്റ്സ് എന്നിവയ്ക്ക് പുറമെ മ്യൂച്വൽ ഫണ്ടുകൾ, ഇൻഡെക്സ്ഡ് ഫണ്ടുകൾ എന്നിവയെക്കുറിച്ച് പഠിക്കുക. ചെറിയ തുകയാണെങ്കിലും ഇന്നു തന്നെ നിക്ഷേപം തുടങ്ങുക. അവസാനമായി, ഭാഗ്യം കൊണ്ട് പണക്കാരനായവർ ആ പണം പെട്ടെന്ന് കളഞ്ഞു പോകും. എന്നാൽ അറിവ് കൊണ്ട് പണക്കാരനായവൻ വീണുപോയാലും തിരിച്ചു കയറും. ഇന്ന് നിങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങുമ്പോൾ ഈ 3 കാര്യങ്ങൾ ഉറപ്പിക്കുക. 1. പുതിയൊരു സ്കില്ല് പഠിക്കും. പണം ഉണ്ടാക്കാൻ സ്കില്ല് അത്യാവശ്യമാണ്. 2. അനാവശ്യ ചിലവുകൾ ഒഴിവാക്കും. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കടം വാങ്ങി ഒന്നും വാങ്ങില്ല. 3. നിക്ഷേപം തുടങ്ങും. ചെറിയ തുകയാണെങ്കിലും ഓരോ മാസവും കൃത്യമായി എവിടെയെങ്കിലും നല്ല സ്ഥലത്ത് നിക്ഷേപിക്കും. സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള നിങ്ങളുടെ യാത്ര ഇന്ന് തന്നെ തുടങ്ങട്ടെ. നന്ദി, നമസ്കാരം.